അപ്പോൾ കുറച്ച് തിരക്കുകളൊക്കെ കാരണം എനിക്ക് വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല. സോ ഇനി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് പുൾ ബാക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ലെവലിന്റെ അല്ലെങ്കിൽ ഒരു സോണിന്റെ ഫ്രഷ്നെസ് എങ്ങനെയാണ് ഫ്രഷ്നെസ് എടുക്കുന്നത് എന്നൊക്കെ പ്രീവിയസ് ആയിട്ടുള്ള ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ നമുക്ക് പുൾ ബാക്ക് ബ്രേക്ക് ഔട്ട് എന്തൊക്കെയാണെന്ന് മനസ്സിലായി, അതേപോലെ തന്നെ ഒരു സോണിന്റെ ഫ്രഷ്നെസ് എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നിഫിക്കൻറ്റ് ലെവൽസ് ആണ്. ഏതൊക്കെ ലെവലിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്, ഒരു ലെവല് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ റെസ്പെക്ട് ചെയ്യുമോ, പ്രൈസ് റെസ്പെക്ട് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ നോക്കുന്ന ലെവൽസ് ആണ് സിഗ്നിഫിക്കൻറ്റ് ലെവൽ. ഈ സിഗ്നിഫിക്കൻറ്റ് ലെവലിനെ ഇൻട്രസ്റ്റിംഗ് ഓർ സ്ട്രൈക്കിംഗ് ലെവൽസ് എന്നും പറയും. ഓക്കെ, നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് ട്രേഡിങ്ങിലും. ട്രേഡിങ്ങിൽ ഇപ്പോൾ നമ്മളൊരു ബൈ ഓർ സെല്ല് എടുക്കുന്നുണ്ടെങ്കിൽ ഏത് സ്ഥലത്ത് ബൈ ചെയ്യണം, ഏത് സ്ഥലത്ത് സെല്ല് ചെയ്യണം എന്ന് നോക്കുന്ന ലെവൽസിനെയാണ് സിഗ്നിഫിക്കൻറ്റ് ലെവൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ജസ്റ്റ് റാൻഡം ആയിട്ടൊരു 3 ലൈൻസ് വരയ്ക്കാം. അവിടെ നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് സിഗ്നിഫിക്കൻറ്റ് ലെവൽ എന്ന ഒരു ലോജിക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് പ്രത്യേകിച്ച് അനാലിസിസോ ഒന്നും ചെയ്യാതെയാണ് ഈ 3 ലെവൽസ് വരയ്ക്കുന്നത്. ഓക്കെ, ഈ 3 ലെവൽസ് ഇപ്പോൾ നമുക്ക് വരച്ചു. അപ്പോൾ ഓരോ ലെവൽസിനും എ, ബി, സി 3 ലെവൽസ് നമുക്ക് ഇവിടെ കിട്ടി. ഇത് വീണ്ടും പറയണ വെറുതെ റാൻഡം ആയിട്ട് എടുത്തേക്കുന്ന ഒരു ലെവലാണ്. അപ്പോൾ ഇനി ഈ ഓരോ ലെവലിലും ഷാഡോ വന്ന് ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്തേക്കുന്ന ഏരിയാസ് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം, ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 1, 2, 3. അപ്പോൾ എ ലെവലിൽ 3 തവണയാണ് ഷാഡോ റിജക്ഷൻ കിട്ടിയേക്കുന്നത്. ഇനി ബി ലെവലിൽ എങ്ങനെയാണെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7. 7 തവണ ഇവിടെ റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി സിയിൽ 1, 2, 3, 4, 5, 6, 7, 8, 9. 9 തവണ ഇവിടെ റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് അല്ലെങ്കിൽ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ലെവൽ ഏതാണ്? സി ആയിരിക്കും അല്ലേ? അപ്പൊ ഇതേപോലെ തന്നെയാണ് നമ്മൾ ട്രേഡിങ്ങിലും ഒരു ലെവല് അല്ലെങ്കിൽ ഒരു സോൺ സെലക്ട് ചെയ്യുമ്പോൾ എടുക്കേണ്ടത്. കുറെ സോൺസ് ഉണ്ടാകും, അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ലെവൽസ് ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഈ ഐഡിയ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ സിഗ്നിഫിക്കൻറ്റ് ലെവല് 2 ടൈപ്സ് ഉണ്ട്. ഒന്നാമത്തേത് ISL. ISL എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് സിഗ്നിഫിക്കൻറ്റ് ലെവൽ. ഓക്കെ, ഈ ISL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ LTF-ലാണ്, ലോവർ ടൈം ഫ്രെയിമിലാണ് ഈ ISL ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഈ ISL ഒരു എൻഗൾഫിംഗ് സോൺ ആയിരിക്കും. അപ്പോൾ എൻഗൾഫിംഗ് സോൺ എന്ന് പറയുമ്പോൾ എൻഗൾഫിംഗ് എന്താണെന്ന് നമ്മൾ കവർ ചെയ്തിട്ടില്ല. അടുത്ത വീഡിയോയിൽ ടൈപ്സ് ഓഫ് എൻഗൾഫിംഗ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ എൻഗൾഫിംഗ് എന്താണെന്ന് അറിഞ്ഞാലാണ് ISL നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ന്യൂ പ്രൈസ് ആയിരിക്കും ISL. അതേപോലെ തന്നെ സെക്കൻഡ് ഉള്ള സിഗ്നിഫിക്കൻറ്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HSL ആണ്. HSL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻറ്റ് ലെവൽ. ഇത് ഹയർ ടൈം ഫ്രെയിമിലായിരിക്കും നമ്മൾ നോക്കുന്നത്. അതേപോലെ തന്നെ ഇത് ഓൾഡ് പ്രൈസ് ആണ്. അപ്പോൾ ഇവിടെ നോക്കി, ISL പ്ലസ് HSL ലോവർ ടൈം ഫ്രെയിം പ്ലസ് ഹയർ ടൈം ഫ്രെയിം കോൺഫ്ലുവൻസ് ആണ്. അപ്പോൾ 2 ടൈം ഫ്രെയിമിന്റെ കോൺഫ്ലുവൻസ് നമുക്ക് ഇവിടെ കിട്ടും. ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ് നമ്മളൊരു ട്രേഡിലേക്ക് എൻ്റർ ആകുള്ളൂ. ഓക്കെ, മനസ്സിലായോ? ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു 2 ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ?
ഫസ്റ്റ് ബ്രേക്ക്ഔട്ട്, സെക്കൻഡ് ബ്രേക്ക്ഔട്ട് ഓർ ഹിൻഡ്. അതിനുശേഷം ഇതാണ് നമ്മുടെ ISL സോൺ. ISL സോൺ എങ്ങനെ മാർക്ക് ചെയ്യുന്നൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ട് എടുത്തേക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ISL സോൺ. ഇനി HSLലേക്ക് വരുമ്പോൾ ഇതേ ഇവിടെ വരുന്ന സെയിം രീതി തന്നെ ഇവിടെ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 2 ബ്രേക്ക്ഔട്ട്, ഫസ്റ്റ് ബ്രേക്ക്ഔട്ട്, ദെൻ സെക്കൻഡ് ബ്രേക്ക്ഔട്ട്. അതിനുശേഷം പുൾ ബാക്ക് വന്ന് നമ്മുടെ ISL സോണിലേക്ക് ടാപ്പ് ചെയ്തു. അപ്പോൾ ഈ ISL സോണിലേക്ക് ടാപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു സോൺ എത്രത്തോളം ഇവിടെ സപ്പോർട്ടോ റെസിസ്റ്റൻസോ എടുത്തിട്ടുണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നതിനെയാണ് HSL, ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻറ്റ് ലെവൽ എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ എന്ന് പറയുമ്പോൾ പാസ്റ്റിൽ നടന്ന ഡേറ്റാസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നതാണ്, അല്ലേ? ഓൾഡ് പ്രൈസ് പ്ലസ് ന്യൂ പ്രൈസ് കോൺഫ്ലുവൻസ് എടുക്കുമ്പോൾ ISL ന്യൂ പ്രൈസും പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പ്രൈസും, HSL എന്ന് പറയുമ്പോൾ പ്രീവിയസ് ആയിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ലെവലും പ്രൈസും, ഇത് രണ്ടും കൂടെ കോൺഫ്ലുവൻസ് കിട്ടുമ്പോഴാണ് നമ്മൾ ഈ ഒരു ലെവൽ സ്ട്രൈക്കിംഗ് ആണോ, ഇവിടെ നിന്ന് എൻട്രി എടുക്കാൻ പറ്റുമോ പറ്റില്ലയോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്ന ഒരു ലെവലാണിത്. അത് എങ്ങനെ ചെക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ISL കിട്ടി. ISL കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ലൈൻ വരച്ച് നോക്കണം. എന്നിട്ട് ഇതേ സോണിൽ പ്രൈസ് റിയാക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു 3 ടൈംസ്, 1, 2 and 3 ടൈംസ് ഈ ലെവലിൽ നിന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ബയേഴ്സ് ഓർ സെല്ലേഴ്സ് ഉണ്ട്, നമുക്ക് നമ്മുടെ ഇവിടെ നിന്ന് എൻട്രി എടുക്കാൻ പറ്റും. ഇത് ചെക്ക് ചെയ്യുന്നതിനെയാണ് HSL എന്ന് പറയുന്നത്. ഇവിടെ പുതുതായിട്ട് ഒരു ലെവൽ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ISL എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ISLും HSLും ചാർട്ടിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഒരു 2 ബ്രേക്ക്ഔട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഫസ്റ്റ് ബ്രേക്ക്ഔട്ട്, ദെൻ സെക്കൻഡ് ബ്രേക്ക്ഔട്ട്. അപ്പോൾ 2 ബ്രേക്ക്ഔട്ട് ആയി. അതിനുശേഷം ഇനി പുൾ ബാക്ക് വരണം, പ്രൈസ് ഇങ്ങോട്ടേക്ക് പുൾ ബാക്ക് വരണം. നമ്മുടെ ISL എന്ന് പറയുന്നത് ഈ ഒരു സോൺ ആയിരിക്കും, ഇതായിരിക്കും നമ്മുടെ ISL സോൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ISLും കിട്ടി. ഇനി ഈ ഒരു ലെവലിൽ പ്രീവിയസ് ആയിട്ട് പ്രൈസ് റിയാക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനെയാണ് HSL എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവും, ഇത് മേജർ സപ്പോർട്ടോ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആണോ എന്നുള്ളത്. അപ്പോൾ അതറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇവിടെ പ്ലോട്ട് ചെയ്യുകയാണ് ഈ ഒരു ലെവലിൽ. ഓക്കെ, നമുക്കിനി ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് നോക്കാം, അവിടെ സപ്പോർട്ടോ റെസിസ്റ്റൻസോ എടുത്തിട്ടുണ്ടോ എന്ന്. മിനിമം 3 ടൈംസ് എങ്കിലും എടുത്തിരിക്കണം. കണ്ടോ, ഇവിടെ ഫസ്റ്റ് ഈ ഒരു ലെവലിൽ നിന്ന് പ്രൈസ് മുകളിലേക്ക് പുഷ് ആയിട്ടുണ്ട്. കണ്ടോ, എഗെയിൻ ഇവിടെ മൂവ് ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ലെവലിൽ നിന്ന് റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെയാണ് ടൈം ഫ്രെയിം കോൺഫ്ലുവൻസ് ആയിട്ട് എടുക്കുന്നത്, ISLും HSLും വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുമ്പോൾ എൻഗൾഫിംഗ് സോൺ ആയിരിക്കും, ടൈപ്സ് ഓഫ് എൻഗൾഫിംഗ് ആയിരിക്കും. അതറിഞ്ഞാൽ മാത്രമാണ് ISL അല്ലെങ്കിൽ HSL എങ്ങനെ എടുക്കാം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഹാപ്പി ട്രേഡിംഗ്, ബൈ.